ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമലയാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാഷ അടുത്തേക്ക് ചെന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ കമല ഈ പറയുന്നേ? അതെ മാഷേ, ഞാനൊരു തീരുമാനം എടുത്തിട്ട് ദയവ് ചെയ്ത് മാഷ് ഇതിൽ ഇടപെടരുത്. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്താൻ വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴാണ് തെറ്റ് പറ്റിയത്? ഇല്ല മാഷേ, എൻ്റെ തെറ്റ് ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നീ എന്താ അമ്പലത്തിൽ വെച്ച് ആരെയെങ്കിലും കണ്ടിരുന്നോ എന്ന് പറയുമ്പോൾ കമലയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. കണ്ടതുകൊണ്ടല്ല മാഷേ, ഞാൻ വിചാരിക്കായിരുന്നു എന്നു മുതലാ നമ്മുടെ വീടിന്റെ സമാധാനം പോയതെന്ന്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. നന്ദിനി പറഞ്ഞ പോലെ അതിവൾ വന്നതിന് ശേഷം മാഷേ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ രാധയും നന്ദിനിയും കൂടെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് നന്ദിനി വന്ന് പറയുന്നുണ്ട്, അതമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്തൊക്കെയായിരുന്നു. എനിക്ക് പണമില്ല, സൗന്ദര്യമില്ല, അതൊന്നും ഇല്ലെങ്കിലേ ഞാനിവിടെ ആരുടെയും മനസ്സമാധാനം ഒന്നും കെടുത്തിയിട്ടില്ല എന്ന് വേദയുടെ മുഖത്ത് നോക്കി പറയാണേ നന്ദിനി. അതുകൊണ്ട് എനിക്ക് ഒരു തീരുമാനം എടുത്തേ മതിയാവൂ മാഷേ എന്നും പറഞ്ഞ് നമ്മുടെ കമല വേദയെ നോക്കി പറയുന്നുണ്ട്. വേദ ഇവിടെ നിന്ന് പോകണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ വേദ കരയാണേ. അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, വേദ എങ്ങോട്ട് പോകാനാ അമ്മേ? എന്തിനാ ഇത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന അമ്മ എന്ന് ശ്രീജ ചോദിക്കുന്ന നേരത്ത് നമ്മുടെ കമല പറയും, എന്താ ശ്രീജെ, നിനക്കും ഇവളോടൊപ്പം പോണോ? എന്നിട്ട് കമല പറയും, വിക്രം നീ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്ക് എന്നങ്ങ് പറയുന്ന നേരത്തെ വിക്രാണെങ്കിൽ തലയും താഴ്ത്തി നിൽക്കുക. വിക്രം, നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഇഷ്ടത്തിനല്ലേ അമ്മ എങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കാട്ടോ വിക്രം. അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയാണെങ്കിൽ അങ്ങനെ വലിഞ്ഞു കയറി വന്നവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുക വേണ്ടെന്ന് അങ്ങോട്ട് പറയുന്ന നേരത്ത് നമ്മുടെ മാഷ് പറയും, എന്നാ പിന്നെ നന്ദിനി അങ്ങ് ചെല്ല്, ഞാനൊന്ന് കാണട്ടെ. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, മാഷിനോട് ഇതിൽ ഇടപെടരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവള് ഇവിടെ നിന്ന് പോകുക തന്നെ വേണമെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോവാൻ എന്ന് ചോദിക്കുക മാഷ്. എങ്ങോട്ട്? ഇവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരാ എന്ന് ചോദിക്കട്ടോ മാഷ്. അത് കേട്ടത് നമ്മുടെ കമല ആകെ സ്തംഭിച്ചു പോവാണ് കേട്ടോ. എന്നിട്ട് വിക്രത്തിനെ ചൂണ്ടിക്കാണിച്ച് മാഷ് ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ, ഇവൻ താലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവൾ ഇവിടെ വന്നത്. ഭർത്താവിന്റെ കൂടെയാണ് ഭാര്യ നിൽക്കേണ്ടത്. അത് വേണ്ടാന്ന് വെക്കാൻ ആർക്കും അവകാശമില്ല. മറ്റുള്ള മരുമകൾക്കുള്ള അവകാശം അവൾക്കും ഉണ്ട്. അത് എന്നെ പഠിപ്പിച്ചത് നീയല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി വന്ന് പറയും, അത് പിന്നെ അച്ഛാ, അന്ന് അവളുടെ സ്വഭാവം അമ്മയ്ക്ക് പിടികിട്ടാത്തതുകൊണ്ടല്ലേ. ഇപ്പോഴല്ലേ സന്ദർഭം ഒത്തു വന്നതെന്ന് അങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ മാഷി പറയും, വിനായക, നീ നിന്റെ ഭാര്യയെ അടക്കി നിർത്തുന്നുണ്ടോ അതോ അച്ഛന്റെ അവകാശം വെച്ച് ഇവളുടെ മുഖത്ത് എന്റെ കൈ പതിയണോ എന്ന് ചോദിക്കുമ്പോൾ വിനായക, എടി ഇങ്ങോട്ട് വാടി എന്നങ്ങ് പറയാട്ടോ. അവളോട് ഞാനാണ് പറഞ്ഞത് വീടിനകത്തേക്ക് പോവാൻ. അങ്ങനെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അകത്ത് തന്നെ ഇരിക്കും എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ആയിക്കോട്ടെ മാഷേ, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്ക്. പക്ഷെ ഇവിടെ ഞാൻ വേണമെന്ന് ഒരാൾക്കും തീരുമാനിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കാം എന്ന് പറയട്ടോ.